കേരളത്തിലെ അപകടങ്ങൾ നമ്മൾ ദിവസവും കേട്ടുവരുന്ന ഒന്നാണ്. ഇന്ന് ഒരു ദിവസത്തിന് മുമ്പ് കോന്നി ടൗണിനടുത്ത് മുറിഞ്ഞകൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് തിരുവനന്തപുരത്തു നിന്നും കടന്നു വന്ന ഒരു കുടുംബം, രണ്ടപ്പന്മാരും മോളും മരുമോനും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോകാനിടയായി. ഇന്ന് പറവൂർ ഒരു വണ്ടി നിഴങ്ങി താഴോട്ട് കുഴിയിലേക്ക് പോയി. എങ്കിലും ആ വണ്ടി ഒരു SUV ആയിരുന്നതുകൊണ്ടും നല്ല വെൽ ബിൽറ്റ് വണ്ടി ആയിരുന്നതുകൊണ്ടും ആർക്കും മരണമോ വലിയ ഇഞ്ചുറിയോ സംഭവിച്ചില്ല. ഇതിനകത്ത് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 2008 മുതൽ ഞാൻ ഡ്രൈവിങ് ചെയ്യുന്ന ഒരാളാണ്. ഏകദേശം ഒരു 80,000 കിലോമീറ്റർ അല്ലെ 1,00,000 കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഓടിച്ചു തുടങ്ങിയത് രാജസ്ഥാനിലാണ്. അത് കഴിഞ്ഞ് ലക്നോയിൽ ഓടിച്ചു, ഉത്തർപ്രദേശത്ത് ഓടിച്ചു, അത് കഴിഞ്ഞ് ജാർഖണ്ഡ് ഓടിച്ചിട്ടുണ്ട്, ഛത്തീസ്ഗഡിൽ ഓടിച്ചിട്ടുണ്ട്, ഒറീസയിൽ ഇപ്പോൾ ഓടിക്കുന്നു. അപ്പം ഇതിൻ്റെ യഥാർത്ഥമായ ചില കാരണങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ക്ഷീണം തോന്നുമ്പോൾ എവിടെയെങ്കിലും പെട്രോൾ പമ്പുകൾക്കടുത്ത് നിർത്തിയിട്ട് നമ്മുടെ മുഖമൊക്കെ കൈയും കാലുമൊക്കെ കഴുകുക. കേരളത്തിലുള്ളവർക്ക് പണ്ട് കാലങ്ങളിൽ പറഞ്ഞു വരുന്ന ഭയങ്ങളാണ്. അവിടെ കള്ളന്മാരുണ്ട്, പിടിച്ചുപറിക്കാരുണ്ട്, അതുകൊണ്ട് നമ്മളെങ്ങും വഴി നിർത്തരുത്, നമ്മൾ നേരിട്ട് വീട്ടിൽ വരണം എന്നൊക്കെയുള്ള ആ പഴയ കാലത്തെ ശാഠ്യ സ്വഭാവങ്ങളും കഥകളും കാരണം ആരും വഴിയിലൊന്നും നിർത്താറില്ല. അതേസമയം വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് ആഗ്ര വഴി ലക്നോയ്ക്കൊക്കെ പോകുമ്പോൾ ആ ഹൈവേകളിലെല്ലാം അടുത്ത്, അല്ലെങ്കിൽ ആ ഹൈവേ ഉയർന്നതായിരിക്കും, അവിടുന്ന് താഴോട്ടിറങ്ങാനൊരു വഴിയുണ്ട്. അവിടെ ഒരു 5 ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ കൊഫിട്രിയായും ടയർ റിപ്പയറിങ് ഷോപ്പും ഒരു 8-10 കടകളും ഒരു ഫ്യൂവൽ പമ്പും എല്ലാം കൂടെ കാണും. ആൾക്കാരൊക്കെ ഇറങ്ങി ബാത്റൂമിൽ പോകാം, ഹോട്ടലിൽ പോയി ചായ കുടിക്കാം, റെസ്റ്റ് ചെയ്യാം, ടയർ വേണമെങ്കിൽ ടയർ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ 300-350 കിലോമീറ്റർ ഓടിയെങ്കിൽ ടയറൊക്കെ ഒന്ന് തണുപ്പിക്കാം. അപ്പം അങ്ങനെ പല ഉപകാരങ്ങളും. എന്നാൽ കേരളത്തിൽ ഇന്നും പല ഫെസിലിറ്റികളും വന്നിട്ടില്ല. ഇന്ന് നമുക്ക് ഞാൻ യാത്ര ചെയ്ത് കഴിഞ്ഞ മാസം ഞാൻ പത്തനംതിട്ട ഉണ്ടായിരുന്നു. പത്തനംതിട്ട ഒരു 450 കിലോമീറ്റർ ഞാനൊരു മാസത്തിനകത്ത് വണ്ടി ഓടിച്ചു. 450 കിലോമീറ്ററോളം ഓടിച്ചു. തിരുവല്ല, അടൂരൊക്കെ ഓടിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒന്ന്, നാട്ടിൽ വാഹനങ്ങൾ കൂടുതലല്ല. 2, രാത്രി യാത്രകൾ ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാർ യാത്രകളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് പോകരുത്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ 7 മണിക്ക് ഇപ്പോൾ വണ്ടി എടുത്തു, രാത്രി 11:30 ആകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ ചെല്ലും, ഉറങ്ങേണ്ട സമയത്തേക്ക് വീട്ടിൽ ചെല്ലും എന്ന് ഉറപ്പുള്ളവർ മാത്രം ഇടയ്ക്കൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെല്ലാവും. അതേസമയം രാത്രി മൊത്തം ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിസ്കി ബിസിനസ്സാണ്. ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ഞാൻ പത്തനംതിട്ട നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഞങ്ങൾ ഡ്രൈവറെ വിളിച്ചുകൊണ്ട് പോയി. ഡ്രൈവർ ഞങ്ങളുടെ ഒരു ആൾട്ടോ കാറാണ്. തിരിച്ച് വന്നപ്പം ഏകദേശം ആലപ്പുഴ വന്നപ്പോൾ രാത്രി 1 മണിയായി. അപ്പം ആ ഡ്രൈവർ എന്നോട് പറഞ്ഞു, മോനെ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇവൻ ഉറക്കം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ബിനു നീ ഡ്രൈവിംഗ് സീറ്റ് വിട്. അവൻ ഡ്രൈവിംഗ് സീറ്റ് വിട്ടു. ഞാൻ അന്ന് ഡ്രൈവിംഗ് പഠിച്ചു വരുന്നതേ ഉള്ളൂ. എങ്കിലും ചങ്ങനാശ്ശേരി വരെയും അവിടുന്ന് തിരുവല്ല വരെയും രാത്രി 1 മണിക്ക് ഞാൻ പതുക്കെ 10-40 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചു. ഞാൻ അത്ര എക്സ്പീരിയൻസ് ഡ്രൈവർ ആയിരുന്നില്ല ആ കാലത്ത്. 2009 കഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ രാത്രി യാത്രകൾ ചെയ്താൽ, ഞാൻ രാത്രിയിൽ ഓടിച്ചിട്ടുണ്ട്, 300-350 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ലക്നോയിൽ നിന്ന് വാരണാസിക്ക് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ഷീണം തോന്നിയാൽ ഒന്ന് വേറെ കൈമാറുക. അപ്പം ഞാൻ വാരണാസിയിൽ നിന്ന് ലക്നോയിലൊക്കെ ഓടിക്കുമ്പോൾ എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവനോട് പറയും, മോനെ 2 മണിക്കൂർ ഞാൻ ഓടിക്കാം, 2 മണിക്കൂർ നീ ഓടിക്കാം. അപ്പോൾ എവിടെയെങ്കിലും ഒരു ചായക്കട കാണുമ്പോൾ ഒരു 80 കിലോമീറ്റർ 100 കിലോമീറ്റർ കഴിയുമ്പോൾ എവിടെയെങ്കിലും നിർത്തി വെള്ളമൊക്കെ കുടിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ വിടത്തുള്ളൂ. അപ്പം
എവിടെയെങ്കിലും വാഷ്റൂം ഉപയോഗിക്കണമെങ്കിൽ പെട്രോൾ പമ്പുകളിൽ നിർത്തി വാഷ്റൂം ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകും. അപ്പം നമ്മൾ ഒരിച്ചിരി എന്താ ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിച്ച്, സ്പീഡ് മാത്രമല്ല വാഹനങ്ങൾ. എൻ്റെ ലൈഫിൽ വാഹനങ്ങൾക്ക് ഞാൻ കൊച്ചു ആക്സിഡൻറ്റുകളിൽ ടു വീലറിൽ പറ്റിയിട്ടുള്ള എല്ലാം കൊച്ചു സ്പീഡിലാണ്. കാരണം കൊച്ചു സ്പീഡിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കത്തില്ല. വലിയ സ്പീഡിലാകുമ്പോൾ നമ്മൾ അലേർട്ടായിരിക്കും, കുറച്ചുകൂടെ അലേർട്ടായിരിക്കും. വണ്ടി നല്ല സ്പീഡിലാണ്, എനിക്ക് ശ്രദ്ധിച്ചേ പറ്റൂ എന്ന് മനസ്സിനോട് എപ്പോഴും പറയുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷ്മതയോട് ഓടിക്കും. അതേസമയം പതുക്കെ 40 കിലോ കുഴപ്പമില്ല, 40 കിലോമീറ്റർ സ്പീഡല്ല ഉള്ളൂ, ഇത് മാനേജബിളാണ്, അല്ലെ 60 കിലോമീറ്റർ സ്പീഡേ ഉള്ളല്ലേ എപ്പോഴും ഞാൻ ഓടിക്കുന്നുള്ള ആ ഓവർ കോൺഫിഡൻസും. പിന്നെ ചില സമയത്ത് നമ്മൾ റോഡ് വായിക്കാൻ വയ്യാതെ വരുന്നത്, വളവുകൾ റീഡ് ചില വളവുകളുടെ ബിഹേവിയർ കണ്ടിന്യൂസ് വളവായിരിക്കും, ചില വളവുകൾ ഒരു ചെറിയ വളവ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ചില ആൾക്കാർ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കേണ്ട സമയത്ത് പോലും കാലെടുക്കത്തില്ല, അല്ലെങ്കിൽ വല്ലാതെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ വണ്ടി ഒരു സൈഡിലോട്ട് മറിയും. അപ്പം വണ്ടി ഓടിച്ച് പരിചയമില്ലാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ ഒരു ഡ്രൈവറെ ഹയർ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സ്വന്തക്കാരാണ് പോകുന്നതെങ്കിൽ മാറി മാറി വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർ മാറി മാറി ഒരു 45 തൊട്ട് 60 കിലോമീറ്റർ കഴിയുമ്പോൾ ഓരോരുത്തരും മാറി മാറി ഓടിച്ചാൽ ക്ഷീണം വരാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. തനിച്ചും ചിലപ്പോൾ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഞാൻ ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ഈ സ്ഥലത്തു നിന്ന് ബിലാസ്പൂർ വരെ 270 കിലോമീറ്റർ തന്നെ വണ്ടിയിൽ ആരുമില്ല, തനിച്ചെനിക്ക് ഓടിക്കേണ്ടി വന്നു. അപ്പോഴും ഞാൻ രണ്ടിടത്ത് നിർത്തി ചായയൊക്കെ കുടിച്ച് നാസ്തയൊക്കെ കഴിച്ച് പതുക്കെ വിട്ടു. അതിനകത്ത് ഹൈവേ ഉണ്ട്, കൊച്ചു റോഡുകളുണ്ട്, മലയുണ്ട്, പിന്നെ വെറും നാരോ റോഡുണ്ട്. വെറും നാരോ റോഡും വനവും ഉണ്ടായിരുന്നു. എന്നാലും സൂക്ഷിച്ച് പോയതുകൊണ്ട് സുഖമായിട്ടങ്ങ് എത്തി, സുഖമായിട്ട് തിരിച്ചു വന്നു. അപ്പം ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഓവർ കോൺഫിഡൻസുകളാണ് ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കുന്നത്. ഓവർ കോൺഫിഡൻസ് നമ്മൾ ഇനിയും അങ്ങ് ചെല്ലും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ രാജസ്ഥാനിലുള്ള കാലത്ത് ഒരു ബ്രദർ ഇനി ഒരു 2 കിലോമീറ്റർ ഉള്ളൂ വീട്ടിലോട്ട്, എന്തോ ഇനി നിർത്താനാണെന്നും പറഞ്ഞ് പുള്ളിക്ക് ക്ഷീണം വന്നപ്പോഴും ഓടിച്ചു ഉറങ്ങിപ്പോയി. പുള്ളിയുടെ ബൈക്ക് ഒരു ബുള്ളറ്റ് എന്നൊരു ഡിവൈഡറിൽ ഇടിച്ച് പുള്ളി തെറിച്ചു പോയി, ഹെഡ് ഇഞ്ചുറി പറ്റി. പുള്ളി 2 ദിവസം കഴിഞ്ഞപ്പോൾ, 1 മാസം കഴിഞ്ഞപ്പോൾ, 1 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അപ്പം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ഓടിക്കുക. പിന്നെ നമ്മൾ മുന്നോട്ട് എപ്പോഴും ഇങ്ങനെ ഗേസ് ചെയ്തുകൊണ്ട് റോഡിൽ മാത്രം നോക്കിയിരിക്കുക. സ്ട്രെയിറ്റ് റോഡിൽ വരുമ്പം കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി തിരിക്കുക. പിന്നെ നമുക്ക് കാണാവുന്ന ദൂരത്തോളം ഉണ്ടെങ്കിൽ ഇടത്തോട്ട് വലത്തോട്ട് കഴുത്തൊക്കെ ഇച്ചിരി വെട്ടിച്ചിട്ട് നമ്മളിരിക്കാമെങ്കിൽ നമ്മുടെ ആ കണ്ണിൻ്റെ ഫോബിയ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഉറക്കം വരുന്നൊരു സ്ഥിതി, അല്ലെങ്കിൽ റോഡിൻ്റെ ആ ഫോബിയ നമുക്ക് മാറിക്കിട്ടും. പിന്നെ ലൈറ്റ് ബ്രൈറ്റും ഡിമ്മും അപ്പും ചെയ്യുക. അപ്പോൾ നമ്മുടെ കൈയും കാലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരേ സ്പീഡിൽ ഗിയർ ചേഞ്ച് ചെയ്യാതെ, പിന്നെ ലൈറ്റ് അപ്പ് ഡിമ്മും ചെയ്യാതെ, ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ ചുമ്മാ സ്റ്റിയറിങ് പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും ഉറക്കം വരാൻ സാധ്യത. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ BP ഷുഗർ ഉള്ള ആൾക്കാർ വളരെ ശ്രദ്ധിച്ച് രാത്രിയിലായി, കാരണം പല ആൾക്കാരുടെയും ഷുഗർ താഴെ പോകാനും ഡിസോറിയൻറ്റഡ് ആയിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നമ്മൾ അനേകർക്ക് ഒരു ദുഃഖത്തിന് കാരണമായി മാറാതെ, ഒരു ദേശത്തിനൊരു ദുഃഖത്തിന് കാരണമായി മാറാതെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സന്തോഷത്തോടും സ്നേഹത്തോടും വിശ്വസ്തയോടും, അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത്ഫുൾ ഡ്രൈവ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒരു സേഫ് ഡ്രൈവ് ചെയ്യുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ തന്ന ഇൻപുട്ടുകൾ നിങ്ങൾക്കും പ്രയോജനമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.